എന്തായാലും ഉച്ചക്കേക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള നല്ല ചെമ്മീൻ ചമ്മന്തിയും കോവക്ക മെഴുക്ക് പുരട്ടിയും മുട്ടയൊക്കെ കൂട്ടി നല്ലൊരു പൊതിച്ചോറിന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. പ്രധാന താരം നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായ മാങ്ങയും കറിവേപ്പിലയും നല്ല എരിവുള്ള കാന്താരി മുളകൊക്കെ പറിച്ചു കൊണ്ടുവന്നു. എന്നിവിടെ ചമ്മന്തിക്ക് പുളിച്ചെമ്മീൻ എടുത്തത്. ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങി കഴുകി വെയിലത്തിട്ട് ഉണക്കിയ ചെമ്മീനാണ്. കുഞ്ഞു ചെമ്മീനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെമ്മീൻ കഴുകി ഉണക്കി വെച്ചാൽ പെട്ടെന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കളർന്ന് ജസ്റ്റ് മാറുമ്പോഴാണെങ്കിൽ നമുക്കത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ ചെമ്മീനുണ്ട്. അത് കുറച്ചുകൂടി സമയം എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കേണ്ടി വരും. ഇതൊന്നും എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് വറുത്തെടുത്ത് നമുക്ക് ചെമ്മീൻ ചമ്മന്തിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ, തേങ്ങ, കാന്താരി, കറിവേപ്പില, പിന്നെ അതുപോലെ ചെമ്മീൻ നന്നായിട്ട് വറുത്ത് വെച്ചത്, ഈ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ മിക്സിയിലേക്ക് മാങ്ങ, അതുപോലെ തേങ്ങ, നല്ല കാന്താരി മുളക്, കറിവേപ്പില, ഉപ്പ്, ഈ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഒരു അരച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ ചൂടാക്കി വെച്ച് ചെമ്മീൻ കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊന്ന് പൊടിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല പുളിയുണ്ടാവും. നല്ല എരിവുള്ള നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി നമുക്ക് കിട്ടും. വളരെ ഈസിയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് ടേസ്റ്റുള്ള ഒരു സാധനമാണ്. പിന്നെ നമുക്ക് പൊതിച്ചോറിലേക്ക് വയ്ക്കുന്നത് നല്ല കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇതും വളരെ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റ് തന്നെയാണ്. കുറച്ചധികം സമയം എടുക്കും, പക്ഷേങ്കിൽ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. കടുകൊക്കെ വറുത്ത് അതിലേക്ക് ഈ കോവയ്ക്കയും ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കും. നന്നായിട്ട് ചെറിയ തീയിൽ വെന്ത് വന്ന കോവക്ക മെഴുക്ക് പുരട്ടിലേക്ക് കുറച്ച് കാന്താരി മുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് ചൂടായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കി വെക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ മെയിനായിട്ടുള്ള കറിയൊക്കെ റെഡിയായി. ഇനി പൊതിച്ചോറാണ്. നല്ല വാഴയിലേക്ക് പൊതിച്ചോറും അതുപോലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും എല്ലാം മാങ്ങയിട്ട ചെമ്മീൻ ചമ്മന്തിയും പിന്നെ പൊതിച്ചോറിന് എപ്പോഴത്തെയും പോലെ ഹൈലൈറ്റായ മുട്ട കൊണ്ടുള്ള ഓംലേറ്റോ അല്ലെങ്കിൽ ബുൾസയോ ഒക്കെ ചേർത്ത് നല്ലൊരു ചോറ് റെഡി ആയിട്ടുണ്ട്.